നമുക്കൊന്ന് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം. മൈദപ്പൊടിയും ബ്രെഡും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പ് കൊണ്ട് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കരിഞ്ജീരകം നിങ്ങളുടെ വീട്ടുകളിൽ ഇല്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുത്തിയാലും മതിയാവും. ഇനി നമ്മുടെ സ്നാക്ക് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സ്നാക്കിന് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സ്നാക്ക് ഒന്ന് മൊരുമൊരുപ്പാവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊക്കെ പാടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മൈദപ്പൊടിയും അരിപ്പൊടിയും നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങൾ എല്ലാം നല്ല മിക്സായി വരട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലേശം ഇട്ട് കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്ക് ഒരു ചുവപ്പ് കളറായി വരും. അത് നമ്മൾ ബേക്കിംഗ് സോഡ അല്ലേ ഇടുന്നത്, അപ്പൊ ബേക്കിംഗ് സോഡയും മഞ്ഞപ്പൊടിയും ചേർന്നാൽ ചുവപ്പ് കളറാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കലങ്ങി വരട്ടെ. ഇപ്പൊ നമ്മുടെ മാവ് കലക്കിതാ ഈ ഒരു കട്ടിക്ക് എടുത്തിട്ടുണ്ട്. അതിൽ കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ കലക്കിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കട്ടിക്ക് വേണം കലക്കാൻ. മക്കളെ, മാവ് കലക്കി വെയിറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ട ബ്രെഡ് മുറിച്ചെടുക്കാം. ഒരു ബ്രെഡ് നമുക്കൊരു 4 കഷ്ണമാക്കി മുറിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ മുറിക്കാതെ ഒന്നിച്ചിട്ടും ഇതിൽ മുക്കി ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മുടെ അധികം വീട്ടുകളിലൊക്കെ ചെറിയ ചീനിച്ചട്ടിയല്ലേ ഉണ്ടാവുക, അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇതേപോലെ എല്ലാതും മുറിച്ചെടുക്കാം. ഇതാ ഒക്കെ ഇതേപോലെ മുറിച്ചിട്ടുണ്ട്. ഞാനിവിടെ അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. നമുക്ക് 4 കഷ്ണമാക്കി കിട്ടിയാൽ മതി ഒരു ബ്രെഡ്. അതേപോലെ ഇതേപോലെ നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്കിതാ ഇതൊരു കഷ്ണം എടുത്ത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ കോരി മുക്കിയിട്ട് ആ സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും അതേപോലെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് പൊരിഞ്ഞു വരട്ടെ. ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇത് പുറം ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ സ്നാക്കൊക്കെ പൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ ആക്കുമ്പോഴേ ഈ എണ്ണയൊക്കെ ഒന്ന് വറിഞ്ഞു പൊക്കോളും. ഇനി എല്ലാം നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. മക്കളെ, അങ്ങനെ എല്ലാം നല്ല സൂപ്പറായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൽ ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിയിൽ നല്ല സോഫ്റ്റാണ്. കണ്ടോ, അടിയിൽ എണ്ണ ഓയിലൊന്നും കുടിക്കത്തില്ല. കണ്ടില്ലേ, ഓയിലൊന്നുമില്ല. അപ്പൊ മക്കളെ, ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ബ്രെഡ് ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ വല്ല ഇഷ്ടാവും. വലിയവർക്കും ചെറിയവർക്കും ഒക്കെ 4 മണി ചായയുടെ കൂടെ കുടിക്കാൻ നല്ല ഒരു പലഹാരമാണിത്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കിയാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.